വിശ്വപ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മഹാരഥോത്സവത്തോടനുബന്ധിച്ച് രഥാരോഹണവും രഥപ്രയാണവും നടക്കുകയാണ്. ആദ്യം അവിടുത്തെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. ശരി ശരി നിൽക്കുന്നോ? വിശ്വപ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ മഹാരഥോത്സവമാണ് ഇന്ന്. മഹാരഥോത്സവത്തോടനുബന്ധിച്ചുള്ള രഥാരോഹണവും രഥപ്രയാണവുമാണ് നടക്കുന്നത്. മിഥുൻ പിള്ളിയിലേക്ക് പോകുന്നു. മിഥുൻ, വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ദിവസമാണ് ഇന്ന്. അവിടെ ഇന്ന് നടക്കുന്ന ചടങ്ങുകൾ അത്രയേറെ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണേണ്ടതാണ്. ദേവിയെ മതിലിന് പുറത്തേക്ക് രഥത്തിൽ എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? രഹി, നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണിത്. അതായത് ഉത്സവത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ചാണ് ഈയൊരു മഹാരഥോത്സവം ഇവിടെ നടക്കുന്നത്. ഇന്നിപ്പോൾ ചടങ്ങുകൾ ദേവിയെ രഥത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങിന് മുന്നോടിയായുള്ള പൂജകൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഈ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുഖ്യ അർച്ചകനായ സുബ്രഹ്മണ്യ അടിക അടക്കമുള്ള ആളുകൾ ആ ദൃശ്യത്തിൽ നമുക്ക് കാണുവാനും സാധിക്കുന്നുണ്ട്. ദേവിയുടെ തിടമ്പേറ്റിക്കൊണ്ട് രണ്ട് പുരോഹിതന്മാരും അവിടെ ഉണ്ട്. ഇതിന് ശേഷം ഇവിടുത്തെ പൂജകൾക്ക് ശേഷം രഥാരോഹണമാണ്. ഈ ദേവിമാരുടെ രണ്ട് വിഗ്രഹങ്ങളുമായി നേരെ ഈ ഒരു രഥത്തിലേക്ക് കയറുകയാണ് ചെയ്യുക. അതിനുശേഷം ഇവിടെ പൂജകളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഈ രഥബലി എന്ന് പറയുന്ന ചടങ്ങ് നടക്കുക. അതായത് ഈ രഥം അല്പം ഒന്ന് മുന്നോട്ടേക്ക് നീക്കും. അതായത് ഈ ഒരു സമയത്താണ് ഇതിൻ്റെ സമയം. അതായത് രഥബലി ചടങ്ങ് നടക്കേണ്ട ഒരു സമയം, മഹോത്സവത്തിൻ്റെ രഥം നീക്കേണ്ട മുഹൂർത്തമാണ്. ആ മുഹൂർത്ത സമയത്ത് രഥം അല്പം ഒന്ന് മുന്നോട്ട് നീക്കി വെക്കും. അതിനുശേഷം വൈകിട്ട് 5 മണിക്കായിരിക്കും ഈ ഒരു ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടന്ന് അതിനുശേഷം രഥാരോഹണ ചടങ്ങുകളാണ്. ഈ ദേവിയുടെ വിഗ്രഹങ്ങൾ നേരെ ഈ രഥത്തിലേക്ക് കയറുകയാണ് ചെയ്യുക. നമുക്കറിയാം, ദേവിയുടെ ജന്മ നക്ഷത്ര ദിവസമായ ഫാൽഗുന മാസത്തിലെ മൂലം നക്ഷത്ര ദിവസമാണ് ഈ ഒരു ചടങ്ങുകൾ നടക്കുന്നത്. നമ്മൾ ഈ രാവിലെ തൊട്ട് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ബ്രഹ്മരഥം എന്നറിയപ്പെടുന്ന 7 നിലകളോടുകൂടിയ മഹാരഥം എഴുന്നള്ളിക്കുന്ന ഒരു ദിവസം മാത്രമല്ല, ഇന്ന് പതിവ് സാധാരണഗതിയിൽ പൂജ കർമ്മങ്ങൾ തുടങ്ങുന്നതിന് 2 മണിക്കൂർ നേരത്തെ ഈ പൂജ കർമ്മങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു. മാത്രമല്ല, ഈ രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുഹൂർത്തബലിയും ക്ഷിപ്രബലിയും കഴിഞ്ഞു. ഇനി രഥബലി എന്ന് പറയുന്നത് ഈ രഥം അല്പം ഒന്ന് മുന്നോട്ട് നിൽക്കുന്ന ചടങ്ങാണ്. തുടർന്ന് ഈ രഥാരോഹണത്തിന് ശേഷം പ്രതീകാത്മക രഥചലനം നടക്കും. അതായത് രഥം അല്പം ഒന്ന് മുന്നോട്ടേക്ക് നീക്കും. മാത്രമല്ല, വൈകിട്ട് 5 മണിക്കാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്ന് സൗപർണിക തീരത്തെ ഓലക മണ്ഡപം വരെ, അതായത് ആറാട്ട് മണ്ഡപം വരെ എഴുന്നള്ളത്ത് നടക്കുക. രഥം വലിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ആ സമയത്തേക്ക് എത്തുക. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യത്തിൽ വലിയ തിരക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദേവീ മന്ത്രജപങ്ങളോടെയായിരിക്കും ഈ ഒരു രഥം വലിച്ച് ഓലക മണ്ഡപത്തിലെത്തിക്കുക. അവിടെ വിശേഷാൽ പൂജകൾ കഴിഞ്ഞാൽ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് തന്നെ എഴുന്നള്ളിക്കുകയും ചെയ്യും. മാത്രമല്ല, ഈ ചെറിയ ദൂരം മാത്രമാണ് ഈ ഒരു എഴുന്നള്ളത്ത് നടക്കാറുള്ളതെങ്കിൽ പോലും അത് കഴിയാൻ ഏതാണ്ട് ഒരുപാട് സമയം പിടിക്കുന്നൊരു സാഹചര്യം കൂടെ. കാരണം അത്രയധികം ഭക്തജനങ്ങൾ ഈ ഒരു ചടങ്ങിലേക്ക് ഒഴുകിയെത്തുന്നൊരു സാഹചര്യമായിരിക്കും. നമുക്ക് പുരോഹിതർക്ക് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞു. അർച്ചകന്മാരൊക്കെ
നീങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ രഥാരോഹണ ചടങ്ങ് നടക്കുകയാണ്. ദേവിയുടെ വിഗ്രഹങ്ങൾ, 2 വിഗ്രഹങ്ങൾ ഒരുമിച്ച് ഈ ഒരു രഥത്തിലേക്ക് കയറുകയാണ്. അതിനുശേഷം അഥവാ രഥാരോഹണ ചടങ്ങാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ രഥാരോഹണ ചടങ്ങിന് ശേഷം ചില പൂജകൾക്ക് ശേഷം ഇവിടെ നിന്ന് രഥചലനം നടക്കും. അല്പം ഒന്ന് രഥം ചലിപ്പിക്കുക എന്നുള്ളതാണ്. ആ രഥം കെട്ടിയിരിക്കുന്ന വടം പിടിക്കാൻ തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെ നമുക്ക് ഉണ്ടാകും. ഇപ്പോൾ രഥാരോഹണ ചടങ്ങ് നടക്കുകയാണ്. രഥത്തിലേക്ക് പൂജാരിമാർ ദേവിയുടെ വിഗ്രഹങ്ങളുമായി രഥത്തിനകത്തേക്ക് കയറുകയാണ്. അതിവിശിഷ്ടമായൊരു ചടങ്ങാണ്. ദേവിയുടെ 2 വിഗ്രഹങ്ങൾ ഒരുമിച്ച് എഴുന്നള്ളിക്കുന്ന ഏക അവസരം കൂടിയാണ് ഇത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വളരെ പുണ്യം എന്ന് കരുതുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു മനുഷ്യായുസിനെ സംബന്ധിച്ച് വളരെ സുപ്രധാനപ്പെട്ട, വിശ്വാസിയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു ചടങ്ങ്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നതെന്നുള്ളതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു 2 ദേവീ വിഗ്രഹങ്ങളും ഒരുമിച്ച് എഴുന്നള്ളുന്ന മാത്രമൊന്ന് കാണാനായി ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ എത്തുന്നൊരു കാഴ്ച കൂടി നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ തന്നെ ദൃശ്യത്തിൻ്റെ പല ഭാഗത്തും ഒരുപാട് ആളുകൾ, ഭക്തജനങ്ങൾ നിൽക്കുന്നുണ്ട്. അത് വൈകിട്ടാകുമ്പോഴേക്കും അവരുടെ എണ്ണം ഇനിയും ഏറെ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ഒരുപാട് ഇപ്പോൾ തന്നെ ഒരുപാട് നമുക്കറിയാം, വടത്തിൻ്റെ ഒരു സൈഡൊക്കെ തൊട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഈ രഥത്തിൻ്റെ വടം പിടിച്ച് ആ രഥം അനക്കാൻ സാധിക്കുന്ന ആ ഒരു പുണ്യം അനുഭവിക്കാൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല, ഇന്ന് ഈ ഒരു ചടങ്ങിന് ശേഷം വൈകിട്ട് 5 മണിക്കാണ് ഈ രഥോത്സവം എന്ന് പറയുന്ന, അതായത് ഈ രഥം ഇവിടെ നിന്ന് ഭക്തർ വലിച്ചുകൊണ്ട് നേരെ ആറാട്ട് മണ്ഡപമായ ഓലക മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങുള്ളത്. അവിടെ സൗവർണിക നദീ തീരത്താണ് ഈ ഓലക മണ്ഡപമുള്ളത്. സൗവർണിക നദി നമുക്കറിയാം, പുണ്യം, വളരെ ആളുകൾ വലിയ പുണ്യത്തോടു കൂടി കാണുന്നൊരു നദിയാണ് സൗവർണിക. ആ നദിയുടെ തീരത്തുള്ള ഓലക മണ്ഡപത്തിലേക്കാണ് ഈ ഒരു രഥം എഴുന്നള്ളിച്ച് കൊണ്ടുപോവുക. ആ എഴുന്നള്ളിച്ച് കൊണ്ടുപോയതിന് ശേഷം ഇവിടുന്ന് ചെറിയ ദൂരം മാത്രമാണുള്ളത്. അവിടെ വിശേഷാൽ പൂജകൾ ഉണ്ടാകും. ആ വിശേഷാൽ പൂജകൾക്ക് ശേഷം അവിടെ നിന്ന് തിരികെ ക്ഷേത്രത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും. ഏതായാലും അതുകൂടാണ്ട് നാളെ ഇപ്പോൾ വൈകിട്ട് മറ്റൊരു സുപ്രധാന ചടങ്ങായ ആറാട്ട് കൂടി ഈ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ദേവി വിഗ്രഹം പ്രദക്ഷിണമായി സൗവർണിക തീരത്തേക്ക് കൊണ്ടുവരികയും അവിടെ വീണ്ടും ഈ ഓലക മണ്ഡപത്തിൽ വയ്ക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നാണ് 7 മണിയോടുകൂടി ഈ ഒരു ആറാട്ട് ഉത്സവം നടക്കുകയും ചെയ്തു. മാത്രമല്ല, വലിയൊരു കൗതുകമുള്ള ഒരുപാട് ചടങ്ങുകൾ കൂടി, നമ്മൾ കേരളീയ ശൈലിയിലുള്ള ചടങ്ങുകളല്ല, മറ്റ് വിവിധ വൈവിധ്യമാർന്ന നിരവധി ചടങ്ങുകൾ, നമുക്കറിയാം, ഒരുപാട് വ്യത്യസ്തമായ ചടങ്ങുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു ഉത്സവം എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ആ ചടങ്ങുകളൊക്കെ വീക്ഷിക്കാനും അതിൻ്റെ പുണ്യം നുകരാനുമായി ആയിരങ്ങൾ ഈ ഒരു ക്ഷേത്ര പരിസരത്തേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. വൈകുന്നേരമാകുമ്പോഴേക്കും ഈ തിരക്ക് വളരെയധികം കൂടാനുള്ള സാധ്യത കൂടിയാണ് നിലനിൽക്കുന്നത്. നിലവിൽ രഥാരോഹണം നടന്നു കഴിഞ്ഞു. അതിനുശേഷം അല്പസമയത്തിനകം രഥചലനവും നടക്കും. രാഖി, അതുപോലെ തന്നെ ദേവിയെ വൈകിട്ടോടുകൂടിയാണ് രഥത്തിൽ എഴുന്നള്ളിക്കുന്ന ചടങ്ങ് നടക്കുന്നത്. അത് വർഷത്തിലൊരിക്കൽ ദേവി വിഗ്രഹം ക്ഷേത്രത്തിന് പുറത്ത് രഥത്തിൽ എഴുന്നള്ളിക്കുന്ന വിശിഷ്ടമായ ചടങ്ങ് കൂടിയാണ്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം, ഒപ്പം ഭക്തജന പ്രവാഹം, അത് എപ്പോഴേക്കായിരിക്കും ആ ചടങ്ങ്, എത്ര സമയത്തോടു കൂടിയായിരിക്കും നടക്കുക?
കേട്ടായിരിക്കുവാണ്. അംബിക ക്ഷേത്രത്തിലെ രഥാരോഹണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിനുശേഷം രഥചലനം ഉണ്ടാകും. വളരെ വിശിഷ്ടമായ ചടങ്ങാണ് ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. 10,000-കണക്കിന് ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര മതിലിന് പുറത്ത് തയ്യാറാക്കിയ ബ്രഹ്മരഥത്തിൽ രഥാരോഹണം നടക്കുന്നു. ഒപ്പം തന്നെ രഥചലനം ഉടൻ തന്നെ ഉണ്ടാകും. വൈകിട്ടോടുകൂടിയാണ് രഥത്തിൽ ദേവിയെ എഴുന്നള്ളിക്കുന്ന ചടങ്ങ് ഉണ്ടാവുക. ക്ഷേത്ര സന്നിധിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.